ഈ അടുത്ത് ഞാനൊരു പ്രസംഗം കേട്ടിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ആ ഗുരു വലിയൊരു ഗുരുവാ, ഒരു ബുദ്ധമത പണ്ഡിതനാണ്. അദ്ദേഹം 100ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അപ്പം അദ്ദേഹത്തോടൊരു പ്രസംഗത്തിലൊരു അമ്മ ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ടീനേജ് ഉള്ളൊരു കുട്ടിയുണ്ട്, കൗമാരം പ്രായമുള്ളൊരു കുട്ടിയുണ്ട്, ഞാൻ എന്താണ് എൻ്റെ കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ എന്തെൻ്റെ കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ആകെ പറഞ്ഞത് എന്താണെന്നറിയോ? ആകെ ഒരു വാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പ്ലീസ് ഹഗ് ഹിം. അമ്മേ, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളെ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിക്കണം. നമുക്ക് ചെറിയ വാക്കായിട്ട് തോന്നും, പക്ഷെ ചെറിയ വാക്കല്ല. പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന 10ാം ക്ലാസ്സിലെ +2 പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന നമ്മുടെ കുട്ടിയെ നമ്മളിങ്ങനെ ചോദിക്കൂലേ, പേനയെടുത്തോ പഠിച്ചോ ഒക്കെ ഓർമ്മയില്ലേ നമുക്ക് ചോദിക്കൂലേ? അതൊക്കെ ചോദിക്കുന്നതിന് പകരം ഒരു ദിവസം ഒന്നും ചോദിക്കണ്ട, എൻ്റെ കുട്ടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കൊണ്ടു. ആ കുട്ടിയെ നമ്മളെ ഇങ്ങനെ മുറുകെ പിടിക്കും, വിടൂല. കുറച്ചേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് മൂപ്പരിങ്ങനെ ചൂടാറി തണുത്ത് പരീക്ഷയ്ക്ക് പോകും. ആ കുട്ടി പറയാതെ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഇതാണ് വേണ്ടത്. അപ്പൊ ഓരോ മനുഷ്യനും ഓരോ സന്ദർഭത്തിൽ ഓരോന്ന് ആവശ്യമുണ്ട്. അതറിയണ മനുഷ്യന്മാരെ നമ്മൾ മറക്കൂല. അതാ ഹൃദയലയം കാണും കുടിലേ മണിമാളിക. അത് തിരിച്ചറിഞ്ഞ മനുഷ്യന് നമ്മള് മറക്കും. ഈ കലാലയത്തിൻ്റെ കഴിഞ്ഞുപോയ വർഷങ്ങൾക്കും വരാനിരിക്കുന്ന വർഷങ്ങൾക്കും ഇവിടെ പഠിച്ചിറങ്ങിയ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും ആ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളായി സ്വയം മാറിയ അധ്യാപകർക്കും എല്ലാ ആശംസകളും സ്നേഹവും. പണ്ടത്തെ കുട്ടികളായിരുന്നു അല്ലേ? നമ്മളൊരു 14 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വയസ്സ് വരെയൊക്കെ നമ്മൾ കുട്ടികൾ തന്നെ ഇരുന്നു. ഇന്നത്തെ കുട്ടികൾ ഒരു നഴ്സറി മുതൽ അവര് ഒരു ഇൻഡിവിജ്വലായി മാറി. കുട്ടിത്തം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അവർക്ക് വളരെ പെട്ടെന്നില്ലാതായി. അവരിങ്ങനെ കുറച്ചുകൂടെ ഇൻഡിവിജ്വൽ ആവാൻ തുടങ്ങി. അപ്പം ഒരു മുതിർന്ന ആളോട് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക, അതേപോലെ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പം അടി എന്ന് പറഞ്ഞല്ലോ, അടിക്കുക എന്നുള്ളത് ഒരു ലീസ്റ്റ് ഫോം ഓഫ് ശിക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ക്ലാസ് റൂമിലേക്ക് ഒരു മാഷ് വടിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു വടിയുടെ കൂടി സഹായം ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വടി ആവശ്യമില്ലാത്ത വിധം ആ കുട്ടികളെ കയ്യിലെടുക്കാൻ കഴിയുന്നൊരു മാഷിക്ക് കുറച്ചുകൂടെ ആ കുട്ടികളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു ഉമ്മ പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഉമ്മയുടെ കല്യാണം കഴിയണത് 15ാമത്തെ വയസ്സിലാണ്. അവർക്ക് മോനുണ്ടാവുന്നത് 17ാമത്തെ വയസ്സിലുമാണ്. അപ്പം ഇത്ര ചെറിയ പ്രായമാണ് ഉമ്മ. ഈ കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോൾ ഭയങ്കര കുസൃതിയായിരുന്നു, കുരുത്തക്കേടായിരുന്നു, എല്ലാ വികൃതികളും കാണിക്കും. അപ്പം ഈ ഉമ്മക്ക് ഓൾറെഡി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ചെറിയ പ്രായമല്ലേ, ഭർത്താവിൻ്റെ വീട്ടിലുള്ള സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഉമ്മ അവനെ അടിക്കും. അടിക്കണ സമയത്ത് ഉമ്മ പറയും, ഞാൻ നല്ലോണം അടിക്കുമായിരുന്നു, വടി കൊണ്ടൊക്കെ അടിക്കും, കൈ കൊണ്ടൊക്കെ അടിക്കും, എന്താണോ കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ടൊക്കെ അടിക്കും. അടിക്കണ സമയത്ത് ഇവനിങ്ങനെ നിൽക്കും, അടി ഫുള്ളായിട്ട് മേടിക്കും, ഇങ്ങനെ നിൽക്കും, എത്ര അടിച്ചാലും ഇങ്ങനെ നിൽക്കും, ഒരു തുള്ളി കണ്ണീര് പോലും വരില്ല. ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി, കുളി കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വായിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് രണ്ടാളിങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മാക്ക് സങ്കടവും. അടി കൊണ്ടതിൻ്റെ വേദന കുട്ടി മറന്നാലും അടിച്ചതിൻ്റെ വേദന ഉമ്മ മറക്കില്ലല്ലോ. ഉമ്മാക്ക് സങ്കടമാകുമ്പോൾ ഉമ്മ പറയും, റിബുനെ ഉമ്മന്ന് നല്ലോണം അടിച്ചുല്ലേ, എനിക്ക് നല്ലോണം വേദനയോ, എനിക്ക് അപ്പം ദേഷ്യം വന്ന്, നീ ആ ചെയ്ത കാര്യം എനിക്ക് അത്രയും ദേഷ്യമായി, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ കുട്ടിക്ക് വേദനയോ, എൻ്റെ കുട്ടീനെ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കരയും.
അയൽപ്പക്കത്തെ വീട്ടുകാർ കേൾക്കുന്ന അത്രയും ഒച്ചത്തിൽ അവൻ കരയും. എന്തുകൊണ്ട്? നേരത്തെ അവനെ അടിച്ചപ്പോൾ വേദന ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവൻ കരഞ്ഞില്ല. ഇപ്പൊ അവന് വേദനയൊന്നുമില്ല, പക്ഷെ അവനൊരു കാര്യം മനസ്സിലായി. അതെന്താണെന്നറിയോ? ഈ ഉമ്മയുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് എന്ന് മനസ്സിലായി. അത് മനസ്സിലായപ്പോൾ അവൻ കരയണ. അപ്പൊ അത് മനസ്സിലാക്കാൻ പല വഴികളുണ്ട് നമുക്ക്. വടി മാത്രമല്ല വഴി. നമ്മളെ കുട്ടികളെ നമ്മൾ ചിലപ്പോൾ അടിക്കേണ്ടി വരും, ദേഷ്യപ്പെടേണ്ടി വരും, ഒക്കെ ഉണ്ട്. അതോ ഓരോ ആൾക്കും ഓരോ രീതിയായിരിക്കും. ജീവിതത്തിൽ ഇതുവരെ കുട്ടികളെ അടിക്കാതെ തന്നെ ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ച ഉമ്മമാരും മാഷുമാരും ഒക്കെ ഉണ്ടാവും. അടിച്ചുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മനുഷ്യരുണ്ടാവും. വടിയും അടിയൊക്കെ നമ്മൾ മറന്നു പോകും. നമുക്കൊരു കാര്യം മനസ്സിലായാൽ മതി, അയാളുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ട് എന്ന് മനസ്സിലായാൽ മതി. അത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ മോന് ഒരു ദിവസം, നമ്മൾ രണ്ടാളും വീട്ടിലില്ലായിരുന്നു. ഞങ്ങൾ രണ്ടാളും വീട്ടിലില്ലാത്ത ദിവസം മോൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ വീട്ടിൽ വൈഫിൻ്റെ ഉമ്മയുണ്ടായിരുന്നു. ഉമ്മാൻ്റെ അടുത്തിരുന്നു അവൻ. അങ്ങനെ അവന് സാധാരണ കളിക്കാൻ പോകുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയി. അവിടെ എന്തോ ഒരു അടി ഉണ്ടായി. ഇവൻ ചെറിയ കുട്ടിയാണ്, ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കും. അടി ഉണ്ടായിട്ട് ഒരു കുട്ടി ഇവനെ അടിച്ച്, നല്ല അടി, ഇവിടെ ഒരു പാടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ എന്നെ ആ കുട്ടി അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടിച്ച കുട്ടി കുടുംബത്തിൽപ്പെട്ട വേറൊരു കുട്ടിയാണ്, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉമ്മ അവനെ സമാധാനിപ്പിച്ച് വൈകുന്നേരം രാത്രിയായപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ വിളിക്കുന്നുണ്ട്, അജു അവനെ അടിച്ചുല്ലേ, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വേദന ഉണ്ടോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഉമ്മിയുടെ മടിയിൽ അവൻ കിടക്കുന്നുണ്ട്. ഉമ്മി പറഞ്ഞു, ഇല്ല ഓനൊരു പ്രശ്നമല്ല, യാതൊരു പ്രശ്നമില്ല എന്ന്, ഓൻ ഉറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വന്ന ഉടനെ മോനെ ഞങ്ങൾ രണ്ടാളെയും റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ആദ്യം പറയണത് എന്താ അറിയോ? ഓൻ പറഞ്ഞു, അമ്മ ഇന്നലെ ഞാൻ ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഓൻ എന്നെ അടിച്ച്, ഞാൻ വേദനിച്ചിട്ട് അങ്ങോട്ട് വന്ന്. ഇങ്ങോട്ട് രാത്രി ഓൻ്റെ ഉമ്മ വിളിച്ചിട്ട് ചോദിച്ച് എനിക്കെന്തെങ്കിലും പ്രയാസമുണ്ടോ, വേദന ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മി പറഞ്ഞ എന്താ അറിയോ, എനിക്ക് വേദന ഒന്നുമില്ല. ഉമ്മി അവനെ അടിച്ച പള്ളിനേക്കാൾ എനിക്ക് വേദന ആയത് ഉമ്മി അത് പറഞ്ഞപ്പോഴാണ്. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു, ഉമ്മി എന്തേ സത്യം പറയാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ആരൊക്കെ കൈവിട്ടാലും നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ ഉണ്ടാവണം, ഏതവസ്ഥയിലും. നിങ്ങൾക്ക് 3 പെൺകുട്ടികളുണ്ട്. ആ 3 പെൺകുട്ടികളിൽ ഒരു കുട്ടി ഡിവോഴ്സായി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ആ മറ്റേ 2 പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതിലേറെ കാരുണ്യവും സ്നേഹവും ശ്രദ്ധയും കൊടുക്കേണ്ടത് ഈ ഡിവോഴ്സായി വന്ന കുട്ടിക്കാണ്. കാരണം ആ കുട്ടി ഇപ്പം ഇങ്ങനെ പതറി നിൽക്കുന്ന സമയമാണ്. നമ്മളെ കുട്ടികളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടാവും, പഠിക്കാത്ത കുട്ടി ഉണ്ടാവും. പഠിക്കുന്ന കുട്ടിയോട് നമ്മളൊന്നും പറയണ്ട, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാവും. പഠിക്കാത്ത കുട്ടിയില്ലേ, ആ കുട്ടിക്ക് നമ്മളെ കൊണ്ട് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ കുട്ടിക്ക് നമ്മളെ കൊണ്ട് എന്ത് കിട്ടുന്നു, അതാ. ഇപ്പം 4 വയസ്സുള്ളൊരു കുട്ടി, 4 വയസ്സുള്ളൊരു കുട്ടിയും 10 വയസ്സുള്ളൊരു കുട്ടിയും. ഈ 10 വയസ്സുള്ള കുട്ടിക്ക് എത്തുന്ന ഒരു സ്ഥലത്തേക്ക് തൊടാൻ ഈ 4 വയസ്സായ കുട്ടിക്ക് കഴിയോ? എത്ര ശ്രമിച്ചാലും കഴിയില്ല. 10 വയസ്സുള്ള കുട്ടി കൂളായിട്ട് തൊടും, ഈ 4 വയസ്സുള്ള കുട്ടി തൊടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കും, കഴിയില്ല. അപ്പം നമുക്ക് 2 വാക്ക് പറയാം, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറയാം, അല്ലെങ്കിലോ ഇക്കാക്കാൻ്റെ അത്ര എത്തുമ്പോൾ നിനക്ക് കഴിയും കേട്ടോ എന്നും പറയാം. ഈ 2 വാക്കും ഈ കുട്ടിയുടെ ഉള്ളിൽ വളരും. എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു വാക്കാണ് പറഞ്ഞതെങ്കിൽ ആ വാക്ക് അങ്ങനെ കിടക്കും. ഇക്കാക്കയുടെ അത്ര എത്തുമ്പോൾ നിനക്ക് കഴിയുമെന്നാണ് പറയണമെങ്കിൽ ഇക്കാക്കയോളം എത്താൻ അവൻ കാത്തിരിക്കും. ഈ 2 വാക്ക് പറയാൻ നമുക്ക് ഒരേ എനർജി ആവശ്യമുള്ളൂ. പക്ഷെ ഒരു കുട്ടിയുടെ ജീവിതം ആകെ മാറി മറിയും. അപ്പോൾ ശിക്ഷ എന്നുള്ളത് ഓരോ ആൾക്കും ഓരോ രീതിയായിരിക്കും. പക്ഷേ ഇപ്പം ചെറിയ കുഞ്ഞ്, ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ,
ഇപ്പോൾ LP സ്കൂളല്ലേ ഇത്. മിക്കവാറും ഈ കുട്ടികളുണ്ടല്ലോ, ചെറിയ മക്കൾ, ആ ചെറിയ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി എന്താ അറിയാം? വടിയല്ല, ചോക്കല്ല, ഒന്നുമല്ല, കഥകളാണ്. സ്റ്റോറി തെറപ്പി എന്ന് തന്നെ പറയൂ. കഥകൾ അത്രയേറെ സ്വാധീനിക്കുന്ന പ്രായമാണ് ഒരു ചെറിയ കുഞ്ഞിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. ആ പ്രായം പ്രത്യേകിച്ചും ആ കുട്ടി ഇങ്ങനെ ഉറങ്ങിയിട്ട് ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്നൊരു സമയമുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടയൊക്കെ ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളില്ലേ, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ, എൻ്റെ കുട്ടി സത്യം പറയുന്ന കുട്ടിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആ കുട്ടിക്ക് കൊടുക്കുന്ന ചെറിയ ചെറിയ വാക്കുകളില്ലേ, ആ വാക്ക് ഭയങ്കര മാജിക്കൽ വാക്കുകൾ വരും. ആൽഫ സ്റ്റേജ് എന്ന് അതിന് പറയാം. ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുന്ന കുട്ടിയുടെ ഈ കോൺഷ്യസ് അല്ലാത്തൊരു മനസ്സുണ്ട്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മനസ്സ്, ആ മനസ്സാണ് അത് കേൾക്കുക. അപ്പം അതവിടെ കിടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പാരൻ്റ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക കുട്ടിയെ. പണ്ടൊക്കെ പറയാ കുട്ടികൾ വളരുന്നത് ശ്രദ്ധിക്കുക എന്ന് പറയുക, അല്ലെ, അല്ലെങ്കിൽ കുട്ടികളെ ശ്രദ്ധയോടെ വളർത്തുക എന്നൊക്കെ പറയും. ഇന്ന് കുട്ടികളുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും ഒബ്സർവ് ചെയ്യേണ്ട ജോലിയാണ് നമുക്കുള്ള. പണ്ടത്തെ 10 വയസ്സുള്ള കുട്ടിയാണ് ഇന്നത്തെ 4 വയസ്സുള്ള കുട്ടി, അല്ലേ? ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടായിരുന്നേ, കണ്ണൂർ ഒരു സ്ഥലത്ത്. അപ്പോൾ ഒരു ക്വാർട്ടേഴ്സ് പോലെ ഒരു സ്ഥലം, കുറേ ഫാമിലികളുണ്ട് അടുത്തടുത്ത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഉപ്പ ഒരു ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ക്വാർട്ടേഴ്സിൻ്റെ ജനലിൽ ഒരാളിങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരാളുണ്ട്. അപ്പോൾ ഉപ്പ ഇങ്ങനെ ജനൽ തുറന്നപ്പോൾ ചെറിയ കുട്ടിയാണ്, 3 വയസ്സുള്ളൊരു കുട്ടിയാണ്, നമുക്കറിയണ കുട്ടിയാണ്, ചെറിയ മോനാ, ഒരു തമിഴ് ഫാമിലിയാണ്, അച്ചു എന്നവനെ വിളിക്കുക. അപ്പോൾ അവന് നമ്മുടെ ഉപ്പൻ്റെ കയ്യിലേക്ക് റിമോട്ടാണ് കൊടുക്കണം, TV-യുടെ റിമോട്ട്. അവൻ്റെ അമ്മ അവനെ വാതിലടച്ചിട്ട് എങ്ങോട്ട് പോയതാണ്, വാതിൽ ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഇവനെന്ത് ചെയ്യണറിയോ? റിമോട്ട് എടുത്തിട്ട് നമ്മുടെ ഉപ്പയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയാ, ഇതിൽ നിന്ന് 32 ഞെക്കിത്തരൂ എന്ന് പറഞ്ഞു. 32 ഞെക്കിത്തരൂ. 3-4 വയസ്സുണ്ടാവും. 32 അവനൊരു ചാനലുണ്ട്, അത് വേണം. ഈ 3 എന്താണ് 2 എന്താണെന്ന് അവൻ അറിയില്ല. മനസ്സിലായോ? 3 എന്ന് പറഞ്ഞാൽ എന്താന്ന് അവൻ അറിയില്ല, 2 എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് അവൻ അറിയില്ല. പക്ഷെ അത് നെക്കാൻ അവൻ അറിയില്ലെങ്കിലും നെക്കാൻ വേറൊരാളുടെ സഹായം തേടാൻ അവനറിയാം. ഇതാരവന് പഠിപ്പിച്ചു കൊടുത്ത്? പണ്ട് ഒരു 10 വയസ്സുള്ളൊരു കുട്ടിയുടെ ബുദ്ധി, പ്രായോഗിക ബുദ്ധി കേട്ടോ, അറിവ് എന്നുള്ള അർത്ഥത്തിലല്ല, പ്രായോഗിക ബുദ്ധി ഇന്നൊരു 3-4 വയസ്സുള്ള കുട്ടിക്കുണ്ട്. മനസ്സിലായില്ലേ? അവർ കുട്ടിയോട് ഇന്ന് പെരുമാറുമ്പോൾ, മുതിർന്ന ഒരാളോട് പെരുമാറുമ്പോൾ എങ്ങനെയാണോ അത്രയും ശ്രദ്ധയോടെ നമ്മൾ പെരുമാറേണ്ടി വരും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ഞാൻ പറയണതെന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല ചോദ്യമായിരുന്നു അത്. ഒറ്റ കാര്യം മാത്രം പറയാം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ഈ പാരൻറ്റിങ് ക്ലാസ്സുകളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ. പാരൻറ്റിങ് ക്ലാസ്സിലൊക്കെ മിക്കവാറും എന്താ പറയുക, കുട്ടികളോട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുക, അല്ലേ? കുട്ടികളോട് എങ്ങനെയാണ് നിൽക്കേണ്ടത്, എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നാണ് പറയുക. അതൊക്കെ ആ ക്ലാസ് കേട്ടാൽ അറിയാം കേട്ടോ. ഞാനൊരു കാര്യം പറയാം, എന്താണ് കുട്ടികളോട് ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറയാം. കുട്ടികളെ അപമാനിക്കരുത്, അത് മാത്രം ചെയ്തു. നമ്മൾ കാരണം ഒരു കുട്ടിയുടെ മനസ്സിലൊരു മുറിവില്ലാതിരുന്നാൽ മതി. ഉണങ്ങാതെ കിടക്കും അത്. അതാ ഇപ്പം എനിക്ക് 40 വയസ്സ് കഴിഞ്ഞ് ഇത്ര ആളുടെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ അപമാനിച്ചു നോക്കൂ. ഒരു 2 മണിക്കൂർ കൊണ്ട് ഞാനത് മറന്നു. നമ്മളൊക്കെ മറന്നു. കാരണം അതിനുള്ളൊരു മെക്കാനിസം നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം വേറെ വിഷയങ്ങളിലേക്ക് മനസ്സ് പോവും. എന്നാൽ ഇതിൽ ഓടിക്കളിക്കണ ഒരു 4 വയസ്സുള്ള കുട്ടിയെ ഇത്ര ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ അപമാനിച്ചു നോക്കൂ. 40ാമത്തെ വയസ്സിലും അത് പറഞ്ഞ് കരയും. അതാ നമ്മളെ ഇതില്ലേ, മറ്റേ
പുളിങ്കുരു ഇല്ലേ, പുളിങ്കുരു ഇങ്ങനെ നനവുള്ള ഒരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി, നമ്മളൊന്നും ചെയ്യണ്ട. നനവുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി, അതിങ്ങനെ ചെടിയായിട്ട് വരും അല്ലേ. അങ്ങനെ ചെടിയായിട്ട് വരുന്ന സമയത്ത് ഒരു മുട്ടുസൂചി കൊണ്ടൊരു കുത്തു എടുത്തു നോക്കുന്നുണ്ടോ അതിന്? പുളിമരമായാലും ആ കുത്ത് അങ്ങനെ കിടക്കും. എന്നാ പുളിമരമായതിനു ശേഷം മുട്ടുസൂചി കൊണ്ട് കുത്തി നോക്കൂ, ഒന്നും പറ്റൂല. മഴ കൊണ്ട് വെട്ടി നോക്കൂ, നമ്മളും മഴവും തെറിച്ചു പോവും. കുട്ടിക്കാലത്ത് കിട്ടിയതില്ലേ അവിടെ കിടക്കും.